പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ബുധനാഴ്ച ഫെബ്രുവരി 5-ാം തീയതി. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ സ്നേഹവന്ദനം. ഏറ്റു പ്രാർത്ഥന. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥതയോടെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുഗ്രഹ പ്രാർത്ഥന. കർത്താവ്, നിന്റെ അവകാശവും ഓഹരിയുമാകുന്ന തിരുസഭയുടെ നീ കാരുണ്യം കാണിക്കണമേ. നിന്റെ വിശുദ്ധമായ തിരുരത്വത്തെ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ മക്കള് നിന്റെ നാമത്തിന് ആശ്രയം അർപ്പിച്ചുകൊണ്ട് നിന്നെ നാഥൻ രക്ഷകനുമായി ഏറ്റുപറയുന്ന മക്കള് ഈ സമയം കണ്ണീരോടെ അങ്ങയുടെ തിരുസന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവമേ, നിന്റെ തിരുമുറവാഴ്ന്ന വലതുകരം മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ആരെല്ലാം എന്തെല്ലാം വേദനകൾ കൊണ്ട് ഈ വിഷയത്തിൽ ഈ സമയത്തെ ഹൃദയഭാരമുള്ളതാക്കുന്നുവോ ആ വിഷയങ്ങളെല്ലാം യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കാനായിലെ കല്യാണവേദിയിൽ ജീവിത സാഹചര്യത്തിന് ഭൗതിക ബുദ്ധിമുട്ടുകൾ നേരിട്ട സമയത്ത് അത് എത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശോയുടെ തിരുസേനയെ കൊണ്ടുവന്നതുപോലെ ആരെല്ലാം ഇപ്പോഴെല്ലാം എവിടെയെല്ലാം പ്രാർത്ഥന വ്യാപരിക്കുന്നു അവരുടെ ജീവിത ഭൗതിക അവസ്ഥകളെ പരിശുദ്ധമേ ദേവമാതാവേ, ഈശോയുടെ തിരുസേനയെത്തി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ്, നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഞങ്ങളുടെ ഓരോ മക്കളും ഇന്ന് ചെയ്യുന്ന ഓരോ ദൗത്യങ്ങളും ഉദ്യമങ്ങളും അത്യുത്സാഹപരമായി ചെയ്യുവാൻ
അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരത്തിൻ്റെ പ്രത്യേക വിശേഷവിദ്യ അഭിഷേകത്താൽ മക്കളെ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇന്ന് കണ്ടുമുട്ടുന്ന പഠിക്കുന്ന പാഠങ്ങൾ, എഴുതുന്ന പരീക്ഷകൾ, ഒപ്പിടുന്ന രേഖകൾ എല്ലാം കർത്താവിനെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവ്, ഇതെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ജീവിതം കൊണ്ടല്ല, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശ് മരിക്കുകയും ഞങ്ങളെ സ്വന്തം ജീവനേക്കാൾ വലുതായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ സ്നേഹത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് മുൾക്കിടത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ തിരുവാല മുറിവിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ മരക്കുരിശിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഗെത്സെമൻ്റെ തിരുവീഥികളിലൂടെ ജെറുസലേമിന്റെ തെരുവീഥികളിലൂടെ മുൾക്കിടം ചൂടിക്കൊണ്ട് ഒരു ചോരപങ്കില്ല നടന്നു പോയ അങ്ങയുടെ സ്നേഹത്തിൻ്റെ മഹത്തായ സമർപ്പണത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിന്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്തതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ ഓർക്കാതിരുന്ന നിമിഷത്തെ ഓർത്തുകൊണ്ടും നിന്നെ ഓർത്തുപോലെ ജീവിക്കാനും പറ്റാത്ത അവസ്ഥ ഓർത്തുകൊണ്ടും ഇപ്പോൾ മാപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നെ ഞങ്ങളുടെ കരുണ കാണിക്കണമേ. കർത്താവെ, ശത്രുക്കൾ ഉഴുതു മറിച്ചതിൻ്റെ മുതുകിലാണല്ലോ എന്ന് ഞങ്ങൾ വായിക്കുമ്പോൾ കണ്ണ് നിറയുന്നു. കർത്താവെ, അതേ ദൈവസ്നേഹത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ ആശ്രയിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവെ വേദനിക്കുവാനോ അബാൻഡൻ ചെയ്യാനോ ഇടയാക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. ഐ വിൽ നോട്ട് അബാൻഡൻ യു ഫോർ അറ്റ് എനി കോസ്റ്റ് എന്ന് പറഞ്ഞു കർത്താവെ, ആ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ മക്കൾക്കൊരു യോഗ്യതയില്ലെങ്കിലും കർത്താവെ, ഒരു യോഗ്യതയുമില്ലാത്ത മക്കളുടെ നിലനിൽപ്പിനായി പ്രാർത്ഥിക്കുന്നു. അതിജീവനത്തിനായി പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുമുള്ള ക്രിസ്തീയ വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുമുള്ള ക്രൈസ്റ്റിനെ ഹോണർ ചെയ്ത് ജീവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ സമാധാനം എവിടെയാണോ ലോകം മുഴുവനുമുള്ള ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുന്ന രീതിയിൽ, സമാധാനം സുസ്ഥാപിക്കുന്ന രീതിയിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. പരിശുദ്ധ ദേവമാതാവിനായി ഏൽപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഈശോ മിശിഹായുടെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട, നമുക്ക് ശിരസ് സംബന്ധമായ, ശിരസ് എന്ന് പറഞ്ഞ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം, ഏറ്റവും വലിയ കേന്ദ്രം, ശിരാകേന്ദ്രം എന്ന് പറയുന്നത് ശിരസ്സാണ്. എല്ലാവരും നിയന്ത്രിക്കുന്നത് ശിരസിനെ കുറിച്ച് ബൈബിളും പറയുന്നത് ശിരസ് തന്നെയാണ് ശരീരത്തിന് ഏറ്റവും വലിയ അവയവം എന്നാണ്. ശിരസിനെ കുറിച്ച് 1-2 വചനങ്ങൾ നമുക്ക് വായിക്കാം. എന്നിട്ട് ഞാൻ ആ വിഷയം പറയത്തില്ല, വേറൊരു വിഷയം പറയാൻ വേണ്ടിയാണ് ഞാനിത് വായിക്കുന്നത്. നമ്മുടെ എഫെസ്യസ് 4:15 പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക്. ക്രിസ്തു ആരാണ്? ശിരസ്സാണ്. ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നത് നമ്മൾ വളരേണ്ടത്, വളർച്ച പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാപിക്കേണ്ടത് ക്രിസ്തുവിലേക്കാണ് നമ്മൾ വളരേണ്ടത്. ഇതിനോട് ബന്ധപ്പെട്ട വചനം കൂടിയുണ്ട് എഫെസ്യസ് 5:23. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. അതായത് ക്രിസ്തുവിനെ ശിരസ്സായിട്ടാണ്, സഭയുടെ ശിരസ്സാണ്. അപ്പോൾ ഞാൻ എന്ത് പറയാൻ കാര്യം വെച്ചാലേ, പ്രാധാന്യം കൊടുക്കുന്ന വിഷയങ്ങളിലൊന്ന് ഉടമ്പടി. ഇന്ന് എല്ലാ മനുഷ്യരും, എല്ലാ വിധത്തിലുള്ള മനുഷ്യരും ഉടമ്പടി എടുക്കുന്നുണ്ട്. പക്ഷെ ഉടമ്പടിയുടെ ശിരസ് എന്താ നിങ്ങൾക്കറിയാമോ? ഉടമ്പടിയുടെ ശിരസ് ക്രിസ്തുവാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക, അതാണ് ഉടമ്പടിയിലെ ആദ്യത്തെ ദൈവസ്നേഹ പ്രവർത്തനം. പ്രാസംഗികനില്ലാതെ എങ്ങനെ കേൾക്കും? കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ ഇപ്പം നമ്മുടെ എല്ലാ ഉപരി പ്രവർത്തനങ്ങളെക്കാളും വലുതാണ് ക്രിസ്തുവിനെ കൈമാറുന്നതെന്ന് പറയണത്. അതായത് അത് കൈമാറ്റം ആണ് ഇതിൻ്റെ തലയെന്ന് പറയുന്നത്, ശിരസ് എന്ന് പറയണത്. ഉടമ്പടിയുടെ ശിരസ് എന്ന് പറഞ്ഞത് എന്താണ്? ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കണം. അപ്പം എല്ലാത്തിനും ഒരു ശിരസ്സുണ്ട്, സഭയ്ക്കൊരു ശിരസ്സുണ്ട്, അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിലേക്കാണ് എല്ലാവരും വളരണത്. ആത്മീയ വളർച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ദൈവാനുഗ്രഹത്തിൽ വളരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറേ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ട് തിന്ന് കൊഴുക്കുക, മതിച്ച് ചീർക്കുക എന്നുള്ള അതിൻ്റെ അർത്ഥം.
ക്രിസ്തുവിലേക്ക് വളരുക എന്ന അർത്ഥം. അപ്പം അതാണ് സത്യസന്ധമായ ദൈവത്തെ അന്വേഷിക്കല്. അപ്പം ശിരസ് എന്ന് പറയണത്, ഇപ്പം ഉടമ്പടിയുടെ ശിരസ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൃദയമാണ് കാരുണ്യ പ്രവർത്തികളെന്ന് പറയണത്. അതിൻ്റെ കൈകളെ വിശ്വാസ പ്രഖ്യാപനമുണ്ട്, വിശ്വാസ പ്രയോഗമുണ്ട്. ഇത് നിൽക്കുന്ന കാലുകളെന്ന് പറയണത് എന്താണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. അപ്പോൾ നമ്മൾ സാക്ഷികളായി ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിൽ മാത്രമല്ല, ഈ കാലങ്ങളിൽ ദൈവത്തിൻ്റെ അരുളപ്പാടായ കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ അമ്മയുടെ സന്ദേശത്തിന് കൂടി സാക്ഷികളായിട്ടാണ് നമ്മൾ ഉടമ്പടിയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ പടിപടിയായി ഉടമ്പടി ജീവിച്ച് സുവിശേഷത്തിൻ്റെ മുന്നേറ്റം നടത്തി ക്രിസ്തുവാകുന്ന ശിരസിലേക്ക് വളരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.